കാലത്ത് എണീറ്റ ഉടനെ ഒരു ജിഞ്ചർ ടീ കുടിച്ചു. ടീ ബാഗ് യൂസ് ചെയ്തതുകൊണ്ട് മൈക്രോപ്ലാസ്റ്റിക്കിന് ഒരു കുറവും ഉണ്ടായില്ല. പിന്നെ രാവിലെ ബ്ലഡ് ഷുഗർ കൂട്ടാനായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി. അതിൽ കുറച്ച് പെസ്റ്റിസൈഡ് കലർന്ന ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ട് ഒരു ഹോർമോൺ കുത്തിവെച്ച മുട്ട ഓംലെറ്റും കഴിച്ചു. അങ്ങനെ കൊളസ്ട്രോളും കൂടെ ആയപ്പോൾ സംഗതി സെറ്റായി. പിന്നെ ഒരു 10 മണി ആയപ്പോൾ വെറുതെ അങ്ങോട്ട് പോയപ്പോൾ ഒരു കപ്പ് ചായയും പലതവണ പല സാധനങ്ങൾ വറുത്ത എണ്ണയിൽ പൊരിച്ച് എടുത്ത വെട്ട് കേക്കും കഴിച്ചു. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അല്ലേ? എന്തായാലും ഉച്ചയ്ക്ക് ആർസനിക് അടങ്ങിയ ബ്ലഡ് ഷുഗർ സ്പൈക്ക് ചെയ്യുന്ന ചോറിന്റെ കൂടെ കടലിലെ മെർക്കുറി ഒക്കെ ഉള്ള മീനിട്ട് ഒരു കറി വെച്ചു. ഇത് വെറും കറിയല്ല കേട്ടോ, നമ്മുടെ ബെല്ലി ഫാറ്റ് അങ്ങ് അലിയിച്ച് നശിപ്പിക്കുന്ന കുടംപുളി ഇട്ട കറിയായിരുന്നു. പിന്നെ ഇതിന്റെ കൂടെ ഫൈബറിന് വേണ്ടി വിഷം അടിച്ച പച്ചക്കറി വെച്ചൊരു മെഴുക്കുവരട്ടിയും കഴിച്ചു. സീഡ് ഓയിലും നോൺ സ്റ്റിക് പാത്രവുമാണ് ഉപയോഗിച്ചത്. ഒരു അളവും ഇല്ലാതെ അങ്ങ് കൂരി ഒഴിച്ചതുകൊണ്ട് ക്യാൻസറും ഹാർട്ട് അറ്റാക്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവുമായി കാണും. നല്ലോണം വയറ് നിറഞ്ഞെങ്കിലും കുറച്ച് സാച്ചുറേറ്റഡ് ഫാറ്റ് ഉള്ള വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത ബനാന ചിപ്സ് കണ്ടപ്പോൾ ഇൻഫ്ലമേഷനും ഓക്സിഡേഷനും ഒക്കെ മാറ്റിവെച്ചു. അതൊരു ഗ്ലാസ് വൈറ്റ് പോയ്സൺ ആയ ഷുഗർ ഇട്ട ഓറഞ്ച് ജ്യൂസിന്റെ കൂടെ തട്ടിവിട്ടു. രാത്രി അത്താഴത്തിന് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേന്ന് ആലോചിച്ചപ്പോൾ ഉച്ചയ്ക്ക് തിന്നത് തന്നെ തിന്നാമെന്ന് വെച്ചു. അതാകുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചാൽ വീണ്ടും പോയ്സൺ ആയി വേഗം എന്ന് വിചാരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഡിഡ് യു നോ ദാറ്റ് യു ആർ ഫോളോയിങ് ഓൾ ദ റോങ് പീപ്പിൾ?